ഓം നമഃ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സന്ധ്യാരംഭവിജൃംഭിതം ശ്രുതിശ്ചിരസ്ഥാനാന്തരാധിഷ്ഠിതം സപ്രേമഭ്രമരാഭിരാമം അസകൃത് സദ്വാസനാശോഭിതം ഭോഗേന്ദ്രാഭരണം സമസ്തസുമനഃപൂജ്യം ഗുണാവിഷ്കൃതം സേവേ ശ്രീഗിരിമല്ലികാർജുനമഹാലിംഗം ശിവ ആലിംഗിതം. പ്രദോഷ സന്ധ്യാരംഭവേളയിൽ താണ്ഡവ നടനത്തിനായി പ്രകാശിച്ചു വിടരുന്നവനും ഉപനിഷത്ത് ശിഖരത്തിൽ അമർന്നിരിക്കുന്നവനും പ്രിയത്തോടെ അണയുന്ന ഭ്രമരാംബികയുടെ കരിമിഴിവണ്ടുകൾക്ക് അഭിരാമമായവനും സദാ സദ്വാസനകളാൽ ശോഭിതനായവനും ഭോഗീന്ദ്രനായ വാസുകിയെ ആഭരണമാക്കിയവനും സുമനസ്സുകൾക്ക് സമ്പൂജ്യനും ദേവദേവനും സത്വഗുണ ആവിഷ്കൃതനും ശിവ ആലിംഗിതനുമായ ശ്രീശൈലത്തിലെ മല്ലികാർജുന മഹാലിംഗമൂർത്തിയെ ഞാൻ ധ്യാനിക്കുന്നു. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് മല്ലികാർജുന മഹാലിംഗം. ആന്ധ്രാപ്രദേശിലെ വനാന്തരത്തിലുള്ള ശ്രീശൈലം, അവിടെയാണ് മല്ലികാർജുന മഹാലിംഗമുള്ളത്. ഇവിടെ വച്ചാണ് ഭഗവാൻ അർജുനന് കിരാത രൂപത്തിൽ ദർശനം നൽകിയത്. ശിവനെ മല്ലികാ കുസുമങ്ങൾ കൊണ്ട് അർജുനൻ ആരാധിച്ചു. ഈ മല്ലികാർജുന സ്വാമിയെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ വച്ച് ശങ്കര ആചാര്യരാൽ രചിക്കപ്പെട്ട 100 സ്തോത്രങ്ങളാണ് ശിവാനന്ദ ലഹരി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു വടവൃക്ഷമുണ്ട്. ദക്ഷിണാമൂർത്തി ഇരിക്കുന്നതായ വടതരു, ഇതിനെ കല്ലാൽ എന്നാണ് പറയുക. ഈ സ്ഥലത്തു വച്ചാണ് ഭഗവത്പാദർ ശിവാനന്ദ ലഹരി രചിച്ചത് എന്നാണ് പ്രസിദ്ധമായിരിക്കുന്നത്. സ്തോത്ര വിഷയം ശിവഭക്തിയാണ്. ഉപനിഷത്തിൽ പറയപ്പെടുന്നതായ ആത്മജ്ഞാനമാണ് ലക്ഷ്യം. ആനന്ദസ്ഫുരദനുഭവാഭ്യാം എന്നതുകൊണ്ട് ആത്മാവിൻ്റെ സഹജ സ്വഭാവമായ ആ ആത്മാനന്ദത്തെ അനുഭവിക്കുക, ആനന്ദ സ്ഫൂർത്തിയാണ് ഫലം. ഇതിന് ശിവാഭ്യാം എന്ന പദം കൊണ്ട് ഉമാമഹേശ്വരന്മാരെ അഭേദമായി കണ്ടു സേവിക്കണം എന്ന് നമ്മളോട് പറയുന്നു. സാധാരണ നമ്മളെല്ലാം ശിവനെ വേറെയും ശക്തിയെ വേറെയുമായിട്ടാണ് കാണുന്നത്. ഇവിടെ ശിവനും ശക്തിയും ഒന്നാണ്, അഭേദമായി ഉപാസിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവാനന്ദ ലഹരി ആരംഭിക്കുന്നത്. അദ്വൈത വേദാന്തിയാണ് ശങ്കരാചാര്യ സ്വാമികൾ. വേദാന്തം നമ്മളോട് പറയുന്നത് സർവം ഖല്വിദം ബ്രഹ്മ, ഈ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മമാണ്. തജ്ജലാൻ ഇതി ശാന്ത ഉപാസീത, ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നതാണ് ഈ കാണപ്പെടുന്നതെല്ലാം.
ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ. അതിനെ ശാന്തമായി ഉപാസിക്കണം. അഥ ഖലു കൃതുമയ പുരുഷോ, നമ്മൾ എന്താണ് എന്ന് ഭാവന ചെയ്യുന്നോ കാലക്രമേണ നമ്മൾ അതായിട്ട് തന്നെ ഭവിക്കും. യഥാ കൃതുരസ്മിൻ ലോകേ പുരുഷോ ഭവതി, യാതൊന്നാണ് താനെന്നു ഭാവന ചെയ്ത് ധ്യാനം ചെയ്ത് ഉറപ്പിക്കുന്നുവോ തഥേത പ്രത്യാഭവതി, ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ അതിനെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. സകൃതും കുർവീത, അതുകൊണ്ട് താൻ ഈ ബ്രഹ്മം തന്നെയാണ് എന്ന് സദാസമയവും ധ്യാനിക്കൂ, ഭാവന ചെയ്യൂ. നിശ്ചലമായ ബ്രഹ്മസത്തയിൽ സ്പന്ദിച്ചു പൊങ്ങുന്നതായ ശക്തി, ആ ശക്തി സ്ഥൂലമായി പലതായി പരിണമിച്ചു കാണുന്ന ശക്തിയുടെ ലീലാവിലാസമാണ് നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ജഗത്ത്. ഇത് കുറേ കാലം ഇങ്ങനെ നിലനിന്ന് അവസാനം ആ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചു ചേരുന്നു. ബ്രഹ്മം ഈ ശക്തിയുടെ ലീലാവിലാസങ്ങൾക്കെല്ലാം സാക്ഷിയാണ്. ആ ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്. അനുഭവിക്കുമ്പോൾ ജഗത്ത് സത്യമാണ് എന്ന് തോന്നുമെങ്കിലും ശാശ്വത സത്യമല്ല എന്നുള്ളതുകൊണ്ട് ഭഗവത്പാദർ പറയുന്നതാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അനുഭവിക്കുമ്പോൾ സത്യമാണെന്ന് തോന്നും, എന്നാൽ ശാശ്വത സത്യമല്ല. ശാശ്വത സത്യമായിട്ടുള്ളത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മം ശിവമാണ്. പ്രപഞ്ച ഉപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയ എന്ന് മാണ്ഡൂക്യ ഉപനിഷത്തിനകത്ത് പറയും. ഈ ദൃശ്യപ്രപഞ്ചത്തിനെ മുഴുവനും ഉപശമിപ്പിക്കണം. നമുക്ക് നല്ല സുഷുപ്തിയിൽ കിടക്കുമ്പോൾ പ്രപഞ്ചാനുഭവങ്ങളൊന്നുമില്ല. മനസ്സുണ്ടോ പ്രപഞ്ചാനുഭവമുണ്ട്, മനസ്സില്ലയോ പ്രപഞ്ചാനുഭവമില്ല. അപ്പോൾ മനസ്സിനെ ഉപശമിപ്പിച്ചു കഴിഞ്ഞാൽ, വ്യാവഹാരിക മനസ്സിനെ ഉപശമിപ്പിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച ഉപശമമുണ്ടാകും. അപ്പോൾ അന്തശീതളതയുളവാക്കുന്ന അനിർവചനീയമായിരിക്കുന്ന ആ ആനന്ദത്തോടുകൂടി ആത്മാവിൻ്റെ സ്വരൂപമായ ശാന്തിയെ അനുഭവിക്കാൻ പറ്റും. ആ ശാന്തിയാണ് ശിവം എന്ന പദം കൊണ്ട് പ്രകാശിതമാകുന്നത്. പ്രപഞ്ച ഉപശമം ശാന്തം ശിവം അദ്വൈതം. അത് അദ്വൈതമായിരിക്കുന്ന ബോധമാണ്. നമുക്കെല്ലാവർക്കും തോന്നും നമ്മുടേതായ ബോധം ആത്മാവ് നമ്മുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന്. എന്നാൽ നമ്മുടെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായി നിൽക്കുന്നതായ ആ ബോധതലം, അതിനെ എപ്പോഴാണോ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അതാണ് ശിവം. പ്രപഞ്ച ഉപശമം ശാന്തം ശിവം. അവിടെയാണ് അദ്വൈതമായ അനുഭൂതി ഉണ്ടാകുന്നത്. ശുദ്ധ ബോധ സ്വഭാവമാണ് ശിവം. അതുകൊണ്ട് ഉപനിഷത്ത് പറയുന്നു, ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷി നിൽക്കുന്ന നാലാമത്തെ തലമാണ് ശിവം. ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയ. ഈ മനുഷ്യജന്മം കൊണ്ട് അതിനെ അറിയണം. അത് നിന്റെ ആത്മാവ് തന്നെയാണ്. സ ആത്മാ സ വിജ്ഞേയ. ഈ ശിവത്തിൻ്റെ അനിർവചനീയമായ ആനന്ദാനുഭൂതിയിൽ, ആനന്ദ ഉന്മാദത്തിൽ ആറാടുന്നതാണ് ശിവാനന്ദലഹരി. യത് ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി. യാതൊന്ന് ലഭിച്ചാൽ മനുഷ്യൻ സിദ്ധനാകുന്നുവോ, പുമാൻ സിദ്ധനാകുന്നുവോ. അമൃതോ ഭവതി, അമൃതാത്മകനാകുന്നുവോ. തൃപ്തോ ഭവതി, പൂർണ്ണ തൃപ്തിയുള്ളവനായി ഭവിക്കുന്നുവോ. യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി. യാതൊന്ന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനിൽ മറ്റൊന്നിൻ്റെയും ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ. ന ശോചതി ന ദ്വേഷ്ടി. അവന് പിന്നീട് ദുഃഖമുണ്ടാകുന്നില്ല, പിന്നീട് ഒന്നിനോടും വിദ്വേഷമുണ്ടാകുന്നില്ല. ന രമതേ ന ഉത്സാഹീ ഭവതി. യാതൊന്നിലും രമിക്കുകയില്ലയോ. ലൗകിക പ്രവർത്തികളിൽ
ഉത്സാഹമില്ലാത്തവനായിട്ട് തീരുമോ, അതാണ് ലഹരി, അതാണ് ഭക്തി. യത് ജ്ഞാത്വാ മത്തോ ഭവതി സ്തബ്ധോ ഭവതി ആത്മാരാമോ ഭവതി. യാതൊന്നിനെ അറിഞ്ഞിട്ട് ഉന്മത്തനെ പോലെയായി തീരുമോ, സ്തബ്ധനെ പോലെ അനങ്ങാതിരിക്കുമോ, ആത്മാവിൽ തന്നെ രമിക്കുന്നവനായി തീരുമോ, അതാണ് ഭക്തി. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ ഭഗവത്പാദരു പറയും, ആത്മാനുസന്ധാനം ഭക്തി. ഈ ശിവനാകുന്ന ആത്മാവിനെ സദാ ധ്യാനിക്കുക, അനുസന്ധാനം ചെയ്യുക, എന്നിട്ട് അതിനെ ലഭ്യമാക്കുക, ആ ആനന്ദത്തിൽ ആറാടുക. ഇതാണ് ശിവാനന്ദലഹരിയുടെയും പരമമായ ലക്ഷ്യം. അപ്പോൾ ശിവാനന്ദലഹരി ശങ്കരാചാര്യരാൽ രചിക്കപ്പെട്ടതാണ്. ശ്രീശൈലത്തിലെ മല്ലികാർജുന മഹാലിംഗമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് ഉള്ളതാണ്. നമ്മുടെ ആത്മബോധത്തിൻ്റെ 4ാമത്തെ തലമാകുന്നതായ ആ അദ്വൈത ഭാവത്തെയാണ് ശിവം എന്ന് പറയുന്നത്. അത് ആനന്ദാത്മകമാണ്. ആ ആനന്ദാനുഭൂതിയിൽ ആറാടുക എന്നുള്ളതാണ് ഈ സ്തോത്രത്തിൻ്റെ ലക്ഷ്യം. ഇനി നമ്മൾ ശിവാനന്ദലഹരി പഠനം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഹരിയും. ഈ ആമുഖം നമ്മളെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യും. പക്ഷേ സ്തോത്ര പഠനം നമ്മുടെ ഗ്രൂപ്പുകളിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് അനൗൺസ്മെൻറ്റിൽ വരുത്തില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഹരിയും.